വാൾട്ടറിന്റെ ആ ഒരു എൻട്രി സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സീൻ ചിലപ്പോൾ എനിക്കൊന്ന് ഓഡിയൻസിന് കുറച്ച് പേർക്ക് കണക്ട് ആവാതെ പോയ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? ഫോട്ടോ കൊച്ചിയിൽ സംസാരിക്കണ പോലെ അല്ല മട്ടാഞ്ചേരിക്കാർ സംസാരിക്കും. മട്ടാഞ്ചേരി സംസാരിക്കണം ഫോട്ടോ കൊച്ചിയിൽ സംസാരിക്കണ പോലെ അല്ല. 3 റോഡുകൾ പുള്ളി 3 പടങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ that is extremely difficult. You have to actually respect what he did. ഒരു ആദ്യത്തെ സിനിമ കിട്ടി, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ സിനിമ വന്ന് അപ്പൊ തന്നെ കാരവനും കിട്ടി. ഞങ്ങൾ 5 പേര് രാവിലെ തന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് തന്നെ കൈയുടെ ഇവിടെ ബൾജായി വന്നു ഞരമ്പ്. അത് പൊളിഞ്ഞിങ്ങനെ തോരങ്ങനെ വിളിക്കാറുണ്ട്. പൊളിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എന്നിട്ട് ഷൂട്ടിനെ ബാധിച്ചിരുന്നു. വേദനയേ ഉള്ളൂ. ഒരു പാന്റ് അഴിഞ്ഞു പോകുന്നൊരു ഞങ്ങളെ രണ്ടൊരു പെട്ടെന്ന് കിട്ടിയേക്കണം. ഇങ്ങനെ ഹാർനസിൽ കെട്ടിയിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണം. പോത്തിട്ടും ഇവിടെ മാത്രം ഓടിക്കണ. എന്നിട്ട് എത്ര നാൾ എടുത്തു റിക്കവർ അന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയോ? അതോ പിന്നെ അങ്ങനെ എടുത്തു? മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്റർ കൈ കൊള്ളണം. എല്ലാം മുഖത്ത് കൊണ്ടുവരെ പുള്ളിക്കൊന്ന് അറ്റ്നസ് ഉണ്ടാവും. അല്ലാതെ ഫേക്ക് നടക്കില്ലല്ലേ? ഇല്ലല്ല, ഫേക്കൊക്കെ ആണെങ്കിൽ പുള്ളി നീ കാറിൽ സീറ്റിലും ചിടാൻ പറയാതെ പറ്റേണ്ടി അതുകൊണ്ട് പറ്റി. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ പറയാ, ഫസ്റ്റ് ഷോട്ട് ചെയ്യാൻ സിനിമയിൽ ഞാൻ നിൽക്കുന്നത് നമ്മള് ഒരു മൂവി കിട്ടിയിട്ട് ആ ഫസ്റ്റ് മൂവി തന്നെ മമ്മൂക്കയുടെ മൂവിയിലാണ് ഞാൻ അഭിനയിക്കുന്നത് പറയുമ്പോൾ ഒരു ആ ഒരു മൊമെന്റ് ഭയങ്കര ഓറയാണ്. പുള്ളി വരുമ്പോ തന്നെ എല്ലാവരും എത്ര ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ സൈലന്റ് ആയില്ല. പുള്ളിനെ കാണുമ്പോൾ തന്നെ അത്ര ഓറയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഐ എവർ വർക്ക്ഡ്. ഞാൻ മൂവിയിൽ ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്ത് ഞങ്ങൾ പറയുമായിരുന്നു പൂക്കിയാണ് പൂക്കി. അവരുടെ കുറെ പഠിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശാഖേട്ടനെ ഡ്രസ് ഇട്ട് തന്നെ ചെറിയാനാണ്. നല്ലതിലും ആണോ പുള്ളിയുടെ ബോഡി രക്ഷിതാത്ത ബോഡിയാണ്. പുള്ളിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ കട്ടിങ് ആണ്. ശില്പം. മട്ടാഞ്ചേരിയാണ് ബിഗ് ബി. ബിലാലിന്റെ സംസാരം മട്ടാഞ്ചേരിയാണ്. ഭീഷ്മപുരത്തില് മൈക്കിളപ്പ ഫോട്ടോ വെച്ചാണ്. ചെല്ലാനം ഓൾഡ് വെച്ചാണ്. അതാണ് ചത്താപ്പാച്ചിലാണ്. ഈ 3 ഡയലക്ട്സ് ആണ് ഈ നാട്ടിലുള്ളത്. ആ 3 പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമാ തെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 തുടക്കത്തിൽ തന്നെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു സിനിമയായിരുന്നു ചത്താപ്പച്ച. സിനിമ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകരും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കുന്ന 2 കഥാപാത്രങ്ങളായിരിക്കും കടൽ കൊമ്പനും ജാങ്കോ സുൽത്താൻ. അപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നോടൊപ്പം ഇന്ന് ചേരുന്നത് അവർ 2 പേരുമാണ്. അവരെ സ്വാഗതം ചെയ്യാം. ഗൈസ്, വെൽക്കം ടു ദി ഷോ. സോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2026 ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഒരു ജനുവരിയിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ചത്താപ്പച്ച എന്ന് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു സിനിമയായിരുന്നു. എങ്ങനെയായിരുന്നു ഈ പരിപാടിയിലേക്ക് എത്തുന്നത്? ഞാൻ ഓഡിഷൻ ചെയ്താണ് എത്തിയത്. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ അയച്ചു. കാസ്റ്റിംഗ് കോൾ കണ്ടു. അങ്ങനെ അതിലേക്ക് എൻ്റെ പോർട്ട്ഫോളിയോ അയച്ചു. അതവർ കണ്ടു, അവർ എടുത്തു, അവരെന്നെ വിളിച്ചു. പിന്നെയും ഞങ്ങളൊരു ഓഡിഷൻ ചെയ്തു. എൻ്റെ അകത്ത് ഒരു റൗണ്ട് ഓഡിഷൻ ചെയ്തു. പിന്നെ എന്നെ അറിയിക്കാന്ന് പറഞ്ഞു. എന്നെ അറിയിച്ചു. ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ ലൈക്ക് കുറേ പ്രോസസ്സ് ഉണ്ടായി. അതല്ലാണ്ടും വൈഷ്ണവും ഒരു കാരണവും ഞങ്ങള് ഒരു ക്യാരക്ടറായിരുന്നു സൂപ്രൻ. ഒരു വലിയ ടോൾ ആൻഡ് ഹെവി. വൈഷ്ണവും കൂടി വന്നപ്പോൾ ടോൾ ഗൈ ആൻഡ് ഹെവി ഗൈ കിട്ടി. പിന്നെ 2 ക്യാരക്ടർ, അഷ്കറും സൂപ്പറിനും കൂടി 2 വെറൈറ്റി ഡിഫറെൻറ്റ് ബോഡി ടൈപ്സ് ആയിട്ട് അങ്ങനെ വന്നു. പിന്നെ ഓഫ്കോഴ്സ് അവർ കാസ്റ്റിംഗ് കോള് രീതിയിൽ തന്നെയാണ്. എനിക്കൊരു വൈഷ്ണവിനെ പറയട്ടെ, എനിക്കറിയാം. എനിക്ക് അതിനേക്കാളും മുന്നേ എനിക്ക് ആളുടെ പേരിന്റെ ഐഡന്റിറ്റിയാണ് എനിക്ക് അറിയേണ്ടത് സത്യം പറഞ്ഞത്. കാരണം ഞാൻ തന്നെ പറഞ്ഞു പഠിക്കാൻ കുറച്ച് സമയം എടുത്തൊരു സംഭവമാണ് ആ പേര്, ദർത്താനിയോ എന്ന് പറയുന്നത്. ശരിക്കും അത് എന്താ ശരിക്കും പേരെന്ന് പറയും? ദർത്താനിയോ എന്നാണ് ഫ്രഞ്ച് ഫ്രഞ്ച് ആണല്ലോ. അല്ലെങ്കിൽ ഡാർട്ടാനിയൻ
ഓ ഡാർട്ടാനിയൻ ദർത്താന്യോ Okay. ദർത്താന്യോ. So what does that mean? അർത്ഥം അതൊരു ത്രീ മസ്കിറ്റേഴ്സ് എന്ന് പറഞ്ഞ നോവലില് അലക്സാണ്ടർ ഡൂമ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ട്. പുള്ളിയുടെ നോവല് ത്രീ മസ്കിറ്റേഴ്സിലുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വൺ അമംഗ് ദി ത്രീ മസ്കറ്റേഴ്സ് ആണോ? One who wants to join the three musketeers. ഓക്കെ ഓക്കെ ഓക്കെ. But he's the protagonist. ലൈക്ക് ഒരു മെയിൻ ക്യാരക്ടറാണ്. പുള്ളിയുടെ ബേസിസിലാണ് കഥ നടക്കണം. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അർത്താന്യോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. ഓ അവിടെ ഇങ്ങനെ ഈ നേപ്പാളി ഗൂർഖാന്മാർ പോലത്തെ അവിടുത്തെ ഒരു വോറിയർ ഗ്യാങ് അല്ലെങ്കിൽ വോറിയർ ഒരു ട്രൂപ്പ് വന്ന ആൾക്കാർ വന്ന സ്ഥലമാണ്. അവിടെ നിന്നുള്ളൊരു മനുഷ്യൻ ഞാൻ ഫോട്ടോ ചെയ്യുന്നതാണ്. അതെ, പേരുണ്ടായിട്ട് വളർന്നൊക്കെ ഫോട്ടോ ചെയ്യലാണ് മനസ്സിലാക്കല. അപ്പൊ ഡാറ്റു ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കണം. ഡാറ്റു എന്നാണ് മിക്കവരും വിളിക്കാറുള്ളത്. ഇഷ്ടമാണ്, രണ്ടുപേരും ഇഷ്ടമാണ്. എനിക്കൊന്ന് എല്ലാവർക്കും ഏറെക്കുറെ അറിയാമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒനീലിന്റെ ബ്രദർ കൂടിയാണ്. ഈ ഒനീലിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ ഇതുപോലെ? ഒനീലും ഐറിഷ് സർനെയിംസ് ആണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ പേരും സർനെയിംസ് ആണ്. ഓക്കെ. അപ്പൊ പുള്ളിയുടെ ഐറിഷ് സർനെയിമും എന്റെ ഫ്രഞ്ചും. ഞങ്ങളുടെ മക്കൾക്ക് നല്ല പേരായിരിക്കും. മക്കളുടെ പേര് ഇപ്പൊ വൈഷ്ണവ് ദർത്താനി, ഷിബു ദർത്താനി എന്നൊക്കെ എക്സാമ്പിൾ ഇട്ടുണ്ടായിരുന്നു. വൈഷ്ണവ് ഒരിക്കലും ഇടൂല. കൊള്ളാം. ഓക്കെ. അപ്പൊ വൈഷ്ണവ് ബ്രോ എങ്ങനെയായിരുന്നു സെത്താപ്പച്ചയിലേക്ക് ആദ്യം? ഞാൻ ആക്ച്വലി എന്നെ വിളിച്ചതാണ് ആദ്യം. എന്റെ പേരിലൂര് കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. ആരിഷിക്ക് ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട്, പുള്ളിയാണ് എന്റെ പ്രൊഫൈൽ ആദ്യം കണ്ട് ഇവരെ കാണിക്കുന്നത്. പിന്നെ ഒരു പേരിലൂര് കണ്ടു, എന്നെ വിളിച്ചു. പക്ഷെ അതിനു മുൻപേ ഞാൻ ഓഡീഷൻ കോൾ, ഈ കാസ്റ്റിംഗ് കോള് ഞാൻ കണ്ടായിരുന്നു. 2 ദിവസം മുൻപേ ഞാൻ കണ്ടായിരുന്നു. കാസ്റ്റിംഗ് കോള് വന്ന് നാളെ അയക്കാം അല്ലെങ്കിൽ മറ്റന്നായിക്ക്, നാളെ അയക്കാന്ന് പറഞ്ഞേക്കാം. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ തന്നെ അയച്ചേനെ. അപ്പോഴത്തേനും ഇവരിങ്ങോട്ട് വിളിച്ചു. കറക്റ്റ് ടൈമിലാണ് തേടിയ പള്ളി കാലിച്ചിട്ട് പറഞ്ഞല്ലോ. ഓക്കെ. എന്നിട്ട് പിന്നെ എന്റെ അടുത്തൊരു വീഡിയോ അയക്കാൻ പറഞ്ഞു. ഒരു കോൺസെപ്റ്റ് അയച്ചു തന്നിട്ട് വീഡിയോ അയക്കാൻ പറഞ്ഞു. അത് അയച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ അവരെന്നെ വിളിച്ചു. എന്നിട്ട് ഒന്ന് ഇവിടെ കടവന്ത്ര ഓഡീഷൻ ചെല്ലാൻ പറഞ്ഞു. ചെന്ന് ഓഡീഷൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും സെലക്ടഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കുമ്പോ ഞാനും ഇവന് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫ്ലാറ്റില് അവിടെ കടവന്ത്ര തന്നെ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ പറയാം. ഫൈറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പാർക്കോറും കളയും. പലതും അതിന്റെ ഇടയിൽ പലതും ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ ഇവൻ എപ്പോഴും എന്റെ കാറിലാണ് പോകും. ഞാൻ കാർ എടുത്തിട്ടുണ്ടാവും. ഇവൻ ഇന്ന് എന്റെ കാറിലാണ്. പിന്നെ ഇവിടുന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് കയറുമ്പോ തന്നെ കേറുമ്പോ തന്നെ എന്തെങ്കിലും നോട്ടമാണ് സീറ്റ് ബെൽറ്റ് ഇട്ടാന്നൊക്കെ. ഞാനാണെങ്കിൽ മാർക്ക് ചെയ്യാം. ലാസ്റ്റ് ഒക്കെ ആയപ്പോ ബ്രോ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു. അങ്ങനെ ആദ്യം ബ്രോ സീറ്റ് ബെൽറ്റ് ഇടുന്ന ഓക്കെ ബ്രോ ബാഗ് ഇടും. ഇപ്പൊ കാർമൻ ഒരു കാരണമാണ്. കാർമൻ വന്നതിന് ശേഷമാണ് എല്ലാരും അങ്ങോട്ട് ബോണ്ടിങ് കൂടിയത്. കാർമൻ ഭയങ്കരമായിട്ട് ജെല്ലാക്കും എല്ലാരും. ഇപ്പൊ ഇവന്റെ അടുത്ത് പോകണമെങ്കിൽ എന്നെ ആയിട്ട് ദിനം കൊണ്ടോ. അപ്പൊ അവിടെ നമ്മൾ ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് സംസാരിക്കും. ഇങ്ങനെ ഓരോരുത്തർ ശ്യാം ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകും. എല്ലാരും ഞങ്ങൾ 3 പേരും ട്രെയിനിങ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ 3 പേരുമാണ്. ശ്യാം ചേട്ടൻ, ഇവൻ, ഞാൻ. ഞങ്ങള് ആക്ച്വലി നിങ്ങളായിരുന്നു ഫസ്റ്റ് ഗ്രൂമിങ് തുടങ്ങുന്നത്? ഞങ്ങൾ ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഞങ്ങൾ അത്രയും ടോക്കറ്റീവ് അല്ല. സോ ഞങ്ങൾ അവിടെ വരും, ഞങ്ങളുടെ ജോലി ചെയ്യും, ഞങ്ങൾ പോകും. അങ്ങനെയാണ്. കാരണം വന്നതിന് ശേഷമാണ് പിന്നെ എല്ലാവരും കൂടെ ഒരു കമ്പനി, പിന്നെ അതൊരു ഫാമിലി പോലെ. ഇപ്പൊ ചെത്താപ്പച്ച എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഭയങ്കര ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നല്ലോ. ഇപ്പം സിനിമയുടെ ആ ഒരു ഇനിഷ്യൽ ഡേയ്സ് മുതൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമയെ പറ്റി. അപ്പൊ അതിന്റെ ടൈറ്റിലും പോസ്റ്ററൊക്കെ ഇറങ്ങുന്ന സമയത്ത് അപ്പം ഇതിന്റെ ഏറെക്കുറെ ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. WWE ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യം മുതൽ. അപ്പം നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു ലൈക്ക് ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനൊരു പരിപാടിയാണ് ഇതുവരെ കേരളത്തിൽ, എനിക്കൊന്ന് ഇന്ത്യസ് ഫസ്റ്റ് WWE ഇൻസ്പയർഡ് അല്ലേ, അങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു രണ്ടുപേരും? ഞങ്ങൾക്ക് ഇത് ചെയ്യാന്നുള്ളത് തന്നെ വലിയ എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. കാരണം ഇത്രയും വലിയ ക്യാരക്ടർ ഞങ്ങൾ ആദ്യമായിട്ടും ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവര് അർജുൻ ചേട്ടന്റെ അവരൊക്കെ കൂടെ തന്നെ നിന്ന് ചെയ്യാന്നുള്ള പരിപാടിയുണ്ട്.
ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ട്രെയിനിങ് ഫൈറ്റൊക്കെ എന്റെ ആദ്യത്തെ ഫൈറ്റ് കാണണമായിരുന്നു. ഞാൻ ഇവർക്ക് ഓഡീഷൻ ചെയ്ത സമയത്ത് ഇവർക്ക് ഒരു ബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചുമ്മാ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ അയച്ചായിരുന്നു. അത് ഞാൻ ഇപ്പൊ നോക്കിയിട്ട് കാണാൻ ഇങ്ങനെ പിടിക്കണേ എന്നിട്ട് ഇവര് എന്നെ മാറ്റിയെടുത്താണ്. അപ്പൊ ട്രെയിനിങ് കിട്ടും, ഇങ്ങനെ പാർക്കോർ, കളരി ഇതൊക്കെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫൈറ്റ് ചെയ്യാൻ ഒരു പരിപാടി കാണിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എന്റെ ഈ ഹൈറ്റും ഈ മെലിഞ്ഞൊക്കെ ഇരിക്കണ കാണുമ്പോൾ എല്ലാരും ചോദിക്കും തന്നെ, നീ ഫൈറ്റ് ഉണ്ടോ, നിനക്കൊക്കെ ഉണ്ടോ ഫൈറ്റ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അവരൊന്ന് കാണിച്ചു കൊടുക്കണം, ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റൂടാ. ഡർട്ടാനിയോന്റെ ഇപ്പൊ ലൈക്ക് നെയിമിന് അൾട്ടിമേറ്റ്ലി ഒരു അർത്ഥം പൂർണ്ണമാവുന്ന എനിക്ക് തോന്നുന്ന സിനിമയിൽ ഈ ഫൈറ്റ് സീൻസ് കുറച്ചും കൂടെ ഫ്രീക്വന്റ് ആയപ്പോഴാണെന്ന് തോന്നുന്നു. കാരണം ആ വാരിയർ എന്ന് പറയുന്ന സാധനമായിട്ട് കുറച്ചുകൂടെ കണക്ട് ആവുന്നു. ഇതിനകത്ത് വന്ന് എന്നാ പിന്നെ ഫൈറ്റ് സീൻ എനിക്ക് അൾട്ടിമേറ്റ്ലി കിട്ടി എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ എനിക്ക് ആദ്യം ഇത് ഞാൻ എല്ലാ മൂവീസിനും ഓഡിഷൻ അയക്കുന്ന ഒരാളാണ്. നമുക്കൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ എത്ര നാളായി ഒരു 10 പറവോട്ട്. ഓക്കെ പറവുണ്ടായിരുന്നു? ഇല്ല, പറവാണ് എന്റെ ആദ്യത്തെ ഓഡിഷൻ. ഓഫ്ലൈൻ നേരിട്ട് പോയിട്ടായിരുന്നു? നേരിട്ട് പോയി ചെയ്തതാണ്. ഓക്കെ. ഞാൻ അങ്ങനെ ഓഫ്ലൈനൊക്കെ കുറച്ചിപ്പോ ഈ അടുത്തായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ചത്തപ്പച്ച അങ്ങനെ തുടങ്ങി. പക്ഷെ എൻ്റെ ഓഡിഷൻ വീഡിയോയില് ഞാൻ ഇത് റിക്വയർമെന്റ്സ് ആണ്. ഇപ്പോൾ റെസ്ലിംഗ് ബേസ്ഡ് മൂവിയാണ് ആൻഡ് ഐ ആം എ റെസ്ലിംഗ് ഫാൻ. ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു. ലൈക്ക് എനിക്കത് ഇപ്പോൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും റെസ്ലിംഗ് മൂവ്സും റെസ്ലിംഗ് സോങ്സും ഇതൊക്കെയാണ് എപ്പോഴും കേൾക്കാറുള്ളതും. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അവരുടെ എൻട്രൻസ് വീഡിയോസും എൻട്രൻസ് മ്യൂസിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു കോളിംഗ് വരൂലേ, കോളിംഗ് ഒക്കെ പോലെ വരുമായിരുന്നു ഈ റെസ്ലിംഗ് അറ്റയർസും മൂവ്സ് ഒക്കെ ഇങ്ങനെ കാണുമായിരുന്നു. ആ സമയമൊക്കെ ആയപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഓഡിഷൻ കോൾ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ എനിക്ക് ഇതെങ്ങനെയും വേണം, ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്നുണ്ട് റെസ്ലിംഗ് ബേസ്ഡ് ഒരു മൂവിയിൽ. അപ്പൊ അന്ന് ഞാൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ പേരും ഊരും ഇതൊക്കെ പറയണ പകരം ആദ്യം ഒരു ക്യാരക്ടർ പോലെ അഭിനയിച്ചിട്ട് ഓഡിഷൻ വീഡിയോ അയക്കാം എന്നോർത്തു. അപ്പം അങ്ങനെ ആദ്യം അയച്ചു. അതിന് ഒരു ചെറിയൊരു ക്യാരക്ടർ പിടിച്ചിട്ട് ഇതുപോലെ കടൽക്കൊമ്പം പോലെ തന്നെ ചെറിയ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പിടിച്ചിട്ട് എൻ്റെ പേരൊക്കെ ഞാൻ തന്നെ അനൗൺസ് ചെയ്ത് അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. അതാണ് ഇവർ കാണുന്ന എൻ്റെ ഓഡിഷൻ വീഡിയോ. ഓക്കെ. അത് ആക്ച്വലി അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരെനിക്കൊരു കോൾ തന്നു. എന്നിട്ട് അവരെന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ അയച്ചു ഒരു സാധനം തന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങളൊരു എൻ്റെ കസിൻസ് ഉണ്ട്, റോഷൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു. റോഷൻ ചേട്ടൻ ഒരു ഗുസ്തിക്കാരനാണ്. റോഷൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിങ് ഉണ്ട്. റിങ് അല്ല, ഒരു പുള്ളിയുടെ വീട്ടിൽ അവിടെ മാറ്റിട്ട ഒരു നല്ലൊരു റിങ് ആവും. അപ്പം അങ്ങനെ ഞങ്ങളൊരു മാറ്റൊക്കെ ഇട്ട് റോഷൻ ചേട്ടനും ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്ലെന്ന് ഞങ്ങൾ 3 പേരും കൂടിയാണ്. എനിക്ക് ആ വീഡിയോ ഇത് ഒരു സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ വീഡിയോ ആണെന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ സീരിയസ്നെസ് അവരെടുത്തിട്ട് അവർ ഞങ്ങളെല്ലാവരും മൂവ്സ് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സ്പിയറും സ്പൈൻ ബസ്റ്റേഴ്സും സ്വീച്ചിൻ മ്യൂസിക്കും ഇങ്ങനത്തെ കുറെ മൂവ്സ് ആഡ് ചെയ്ത് ഒരു വൻ പരിപാടി ഞങ്ങളുടെ സെറ്റ് ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾ അയച്ചു. അത് അയച്ചപ്പോൾ ഞാൻ നമ്മുടെ ഒരു വിഷ്ണു രവികുമാർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, പുള്ളിക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്. പുള്ളി അദ്വൈത് ബ്രോവും സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു വേറെ ബ്രോവും പിന്നെ ആരിഷ്ക ഇവരും കൂടിയാണ് ഇത് നമ്മളെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്യണം. ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇവരപ്പോൾ തന്നെ എന്നോട് ഒരു ലൈക്ക് ഞാൻ പറഞ്ഞു 1 വീക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 1 വീക്ക് വെയിറ്റ് ചെയ്തു. കറക്റ്റ് ആ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു, വെൽക്കം ടു ചത്താപ്പച്ച. ഓഡിഷൻ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടും. അതിന്റെ വീഡിയോ ക്ലിപ്പോ ആ ക്ലിപ്പുകൾ എനിക്ക് അറിഞ്ഞത് ഇവരുടെ കയ്യിലാണ്. അല്ല, ഓഡിഷൻ അയച്ച വീഡിയോയുടെ ഞാൻ അതാ പറഞ്ഞ അത് ഞാൻ നോക്കാം. എനിക്ക് എന്റെ കുറെ തപ്പിയെടുക്കണം. കുറച്ച് നാളെ ഇത് കഴിഞ്ഞ വർഷം ഈ സമയത്താണ്. 2024 ജനുവരി സമയത്താണ്. 25 ജനുവരിയിലാണ്. അപ്പൊ ആ ടൈമോട്ട് ഇങ്ങനെ ചെയ്യണം. ഇതിനൊപ്പമാണ് ചത്തപ്പച്ചയുടെ കൂടെയാണ്.
അങ്ങനെയാണ് സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. ഓഫ് കോഴ്സ്. അപ്പൊ ഇതിനിപ്പം ഈ ചത്താപ്പച്ചയെ പറ്റി പറയുമ്പോഴത്തേന് എല്ലാവർക്കും ഒരുപാട് റെസ്ലേഴ്സിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് ലൈക്ക് ഇതിൽ ഈ ക്യാരക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും പർട്ടിക്കുലർ റെഫറൻസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം കടൽക്കൊമ്പൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ജാങ്കോയ് ആയിക്കോട്ടെ, നമ്മുടെ ശ്യാം ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, ലോക്കോ ലോബോ, അപ്പം ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും പ്രീവിയസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പ്രോപ്പർ റെസ്ലേഴ്സിനെ മൂവ്സ് റെഫറൻസ് ഉണ്ട്. ഓക്കെ, മൂവ്സ്, character adaptation, every single performer in that movie അവരുടെ അടുത്തേക്കണത് പല പല ആൾക്കാരുടെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ തന്നെ ഉള്ളിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് അവർ കൊടുത്തേക്കണം. ഇപ്പം അതെ, ഇപ്പൊ ഒരു ക്യാരക്ടറിന് ഒരു 3-4 പേരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അങ്ങനെയാണ് മിക്കവരും ചെയ്തേക്കണത് ഈ പടത്തിൽ. എൻ്റെ ഒരു അല്ലാതെ ഫ്രം ദ ഡയറക്ടർ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ലായിരുന്നു, ഈ ക്യാരക്ടർ ഈ ഒരു പർട്ടിക്കുലർ റെസ്ലറിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണ്, അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. ഇൻഫ്ലുവൻസ്ഡ് അല്ല, നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂവ്സ് ബിഗ് ഷോ, അല്ലെങ്കിൽ ഇങ്ങനെ കടൽക്കൊമ്പന്റെ മൂവ്സ്, അയാളുടെ മൂവ്സ് ബിഗ് ഷോ, അതുപോലെ ഈ ബിഗ് ഡാഡി വി ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള മൂവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാം ബാം ബേഗോ ഇങ്ങനത്തെ മൂവ്സ് ആയിരിക്കും. ഇപ്പൊ ജാങ്കോ സുൽത്താൻ അടുത്ത് പറഞ്ഞേക്കണത് എനിക്ക് തോന്നുന്നു റാൻഡി സാവേജ് ആണെന്ന് തോന്നുന്നത്. അങ്ങനെ അങ്ങനെ ആൾക്കാരെ പറയില്ല, മൂവ്സ് ആണ് കൂടുതലും പറയണം. മൂവ്സ് ആണ് നമ്മളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത്. ആൾക്കാരെങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അത് കൂടുതലും നമ്മുടെ അടുത്ത് പിന്നെ എനിക്കൊരു ഡാൻസിങ് സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ സ്റ്റൈലിഷ് ആക്കണം എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഡാൻസ് ഇപ്പോൾ ചെയ്തില്ലെങ്കിലും സ്റ്റൈൽ പരിപാടി പിടിക്കണം. ബ്രോയ്ക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയായിരുന്നു, അതായത് ഇങ്ങനെ ഇത്രയും പൊക്കമുള്ള 6'5" അല്ലേ, അപ്പൊ ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു റെസ്ലർ എന്ന രീതിയിൽ സ്വന്തമായിട്ട് ആരെങ്കിലും റെഫറൻസ് എടുക്കണം? ഞാൻ WWE ഫാൻ അല്ല, ഞാൻ അങ്ങനെ കാണുന്നൊന്നുമല്ല. ഞാൻ ചത്താപ്പച്ചയിൽ ഇന്നതിന് ശേഷമാണ് ഞാൻ അതെല്ലാം അറിയുന്നത്. ഇപ്പൊ ഇവരാണ് എന്നെ പഠിപ്പിച്ചത്, ഇപ്പോഴാണ് ഞാൻ പിന്നെ അറിയുന്നത്. എനിക്കതുകൊണ്ട് അങ്ങനെ ആരും എനിക്ക് റെഫറൻസ് ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ കുറച്ച് പരിപാടികൾ ഞാൻ കണ്ടുവരുന്നു, WWE ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പിന്നെ എൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ എടുക്കാം അങ്ങനെ വിചാരിച്ച് ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് എടുത്തൊരു പരിപാടിയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആരും അങ്ങനെ കോപ്പി ചെയ്തുള്ള അങ്ങനത്തെ പരിപാടിയല്ല. എല്ലാവരും സ്വയം അവരുടെ എന്താണോ വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് അവര് ബിൽഡ് ചെയ്തേക്കുക. കാണുമ്പോ തന്നെ മനസ്സിലാവില്ല. ഇപ്പൊ നമുക്ക് വൈഷ്ണവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് കുറച്ച് പുറകോട്ട് പോവാണെങ്കിൽ, സിനിമ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പരിപാടിയിലോട്ടുള്ള ഒരു പാഷൻ, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം, അത് ഏത് വർഷമാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ്, ഏത് കാലഘട്ടത്തിലാണ്? എനിക്ക് ആക്ടിങ് ആഗ്രഹം തുടങ്ങുന്നത് ഞാൻ 4th പഠിക്കുമ്പോഴാണ്. എനിക്ക് അഭിനയിക്കണം എന്ന് തോന്നി. അങ്ങനെ ചെറിയൊരു ഇത്. പിന്നെ ഞാൻ ഷൈ ആയിട്ട് ആരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10th ഒക്കെ ആയ സമയത്ത് ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ ആൾക്കാരെല്ലാം തിരിച്ചറിയണം. എല്ലാവരും എന്റെ ഫോളോവേഴ്സ് ഒക്കെ കൂട്ടുണ്ടായി. അപ്പൊ എല്ലാവരും വന്നിട്ട് അടിപൊളിയുണ്ടെന്നൊക്കെ പറയണം പുറത്തിറങ്ങുമ്പോൾ. കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഞാൻ പോണത് തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഓഡീഷനാണ്. അത് സെലക്ട് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഓഡീഷൻസിന് പോയി. പിന്നെ കുറുപ്പിൽ സെലക്ട് ആയി. കുറുപ്പിലാണ് സെലക്ട് ആയത്. പാലക്കാടായിരുന്നല്ലേ? ഓർമ്മിപ്പിക്കല്ലേ? അങ്ങനെ പാലക്കാട് ഓഡീഷൻ പോയി. കുറുപ്പായിരുന്നു അങ്ങനെ ഒരു വലിയ ബ്രേക്ക് ത്രൂ. അപ്പോൾ ആദ്യത്തെ സിനിമ ഓഡീഷൻ ത്രൂ കിട്ടുന്നത് കുറുപ്പിലാണ്. എനിക്ക് കുറുപ്പ് തന്നെയാണ് എന്റെ കരിയർ. ഞാൻ ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ കുറുപ്പിന്റെ ആ പ്രസൻസും ദുൽഖറിക്കയുടെ പ്രസൻസ്, അവരെല്ലാവരും പ്രസൻസ് മൊത്തത്തിൽ ഇപ്പോഴും ഉണ്ട് എന്റെ. കാരണം ചത്താപ്പച്ചയിലാണെങ്കിൽ പോലും വേഫെയറും ടീമും. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാ ഫുള്ള്. എനിക്ക് തോന്നുന്നു DQന്റെ കൂടെയുള്ള പിക്ചേഴ്സും പരിപാടികളൊക്കെ. അപ്പൊ ആ കുറുപ്പിന്ന് തന്നെയാണ് എനിക്കിപ്പോ പേരിലൂര് കിട്ടിയതാണെങ്കിലും കുറുപ്പിന്ന് തന്നെയാണ്. കുറുപ്പിന്റെ ചീഫ് അസോസിയേറ്റ് ആണ് പേരിലൂര് ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പോ പ്രവീൺ ചേട്ടനെ എന്നെ അറിയാറ്, കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കമ്പനിയില്ല. പേരിലൂര് പുള്ളി ചെയ്യണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ പുള്ളിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചു, എന്റെ കുറച്ച് വീഡിയോസ് അയച്ചു കൊടുത്തു. അപ്പൊ തന്നെ വേഗം പുള്ളി കണ്ടിട്ട് എന്നെ വിളിച്ചു. അങ്ങനെയാണ് പേരിലൂരിലേക്ക് ഞാൻ വരുന്നത്. മൊത്തത്തിൽ അപ്പൊ നോക്കുമ്പോ കുറുപ്പ് വലിയൊരു പരിപാടിയാണ് എനിക്ക്. അതുപോലെ അർജുൻ ചേട്ടനായിട്ടാണ് കണക്ഷൻ കൂടുതലും. കാരണം എനിക്ക് ആദ്യം ഓഡിഷൻ ചെയ്യണ പടം പറവയാണ്, അർജുൻ ചേട്ടനോടാണ്. പിന്നെ എനിക്ക് കുറച്ച് ഒരു ഫൈനൽ റൗണ്ട് വരെ പോയത്. പറവയിൽ ആരായിരുന്നു ഓഡിഷൻ ചെയ്തതോ? കാസ്റ്റിംഗ്
ഡയറക്ടേഴ്സ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആയിരുന്നു അല്ല സൗബിക്ക അവരല്ല, സൗബിക്കല്ല. ഓക്കെ 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 അത് ടൗൺ ഹാളിലായിരുന്നു. എനിക്കൊന്ന് അർജുൻ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിഞ്ഞൂടല്ലായിരുന്നു. ലൈക്ക് അർജുന അശോകൻ കാസ്റ്റിങ്ങിന് വന്നിട്ടുണ്ട് അല്ല ഓഡീഷന് വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു ടൗൺ അല്ലാണ്ട്, പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഓഡീഷൻ. അതിനുശേഷം കുറച്ചെങ്കിലും ഒരു ഫൈനൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഉടമ്പൽ എത്തിയത് തുറമുഖത്താണ്. അതിനുശേഷം സുമതി വളവിലാണ് ഒരു സീൻ ചെയ്തത്. അതും അർജുൻ ചേട്ടൻ. സുമതി വളവിൽ എവിടെ ആയിരുന്നു? സുമതി വളവിൽ തിയേറ്ററിൽ അർജുൻ ചേട്ടനെയും ബാലു ചേട്ടനെയും പൊക്കിയെടുത്ത് രണ്ട് സീനുണ്ട്. പക്ഷെ ആ സീൻ വന്നോന്നില്ല, എന്റെ മുതുകുണ്ട് പടത്തില്. ഓക്കെ, കട്ടായി പോയി. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഫുൾ ഫ്ലെഷ്ഡ് മൂവി കിട്ടണത് അർജുൻ ചേട്ടൻ്റെ കൂടെ തന്നെ. അർജുൻ ചേട്ടൻ്റെ കൂടെയാണ്. അർജുൻ ചേട്ടൻ്റെ കൂടെയാണ് എനിക്ക് സിനിമ കയറാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ഇത് ഭയങ്കര ഒരു അൺഫോർച്ചുനേറ്റ് പരിപാടി ആയിപ്പോയല്ലോ ഈ നമ്മുടെ സുമതി വളവിൽ അങ്ങനെ ഒരു സീൻ കട്ടായി പോയത്. അത് സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിപ്പോ ആ പടത്തിന് ചിലപ്പോൾ അത് ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടാവില്ല. ആ ഒരു സീക്വൻസ് ചിലപ്പോൾ അത് ഒരു ചെറിയൊരു സീനാണ്. അത് ആ എഡിറ്ററും ഡയറക്ടറും അവർക്ക് അത് തോന്നിയിട്ടുണ്ടാവും അത് ആ പടത്തിന് ആവശ്യമില്ല എന്നുള്ളത്. ഈ പടത്തിലായാലും അങ്ങനെ കുറേ സീനുകൾ കട്ട് ചെയ്തിട്ടില്ലേ, എല്ലാ പടത്തിലും കട്ട് ചെയ്യാനുള്ള കീപ് ഡൂയിങ് യുവർ തിങ്. ഒരു ഡേ എപ്പോഴാണ് അറിഞ്ഞത്? സ്ക്രീനിൽ വരും. എപ്പോഴാണ് അറിഞ്ഞത് ലൈക്ക് സീൻ ഇല്ല? സിനിമ കണ്ടപ്പോഴാണോ മനസ്സിലായി? അല്ല, അർജുൻ ചേട്ടൻ പറഞ്ഞതിനോട്. അതെ, അതൊരു ഭാഗ്യമാണ്. ട്രെയിനിങ്ങിന്റെ ഇടയിൽ ചത്താപ്പച്ചട കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻ ചെയ്യുമ്പോഴാണ് അർജുൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ചെറുതായിട്ട് ആ സീൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി അത്രയും ഫ്രീ കമ്പനിയാണ്. ആ പുള്ളിയാണ് നമ്മളെ ഇങ്ങനെ കമ്പനി ആകാനുള്ള വലിയൊരു കാരണം. പുള്ളി വന്നപ്പോ തന്നെ പുള്ളി എല്ലാവരും ബോണ്ടിങ് തുടങ്ങി. പുള്ളി അപ്പൊ തന്നെ നമ്മുടെ ഇത് സാവിച്ചനായി. നമ്മള് സാവിച്ചൻ പിള്ളേരെ ടീമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അതെ ഇന്നാവനെല്ലാം അർജുനേട്ടൻ ട്രെയിനിങ്ങിലായാലും ഞങ്ങളുടെ ഒപ്പം ചെയ്യും ഫുൾ ടൈം. ബാക്കി എല്ലാവരും ചെയ്യും, എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യണം. പക്ഷെ അർജുൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആ ഒരു ടൈമിൽ തന്നെ വന്ന് നമ്മുടെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് ഫില്ല് ചെയ്ത് ഒരു സാധനം തുടങ്ങി. പിന്നെ പുള്ളി ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിയുടെ ക്യാരവാനിൽ ഞങ്ങൾ എല്ലാവരും കയറ്റി. പിന്നെ ഞങ്ങളുടെ ക്യാരവാനായി അത്. പിന്നെ അർജുൻ ചേട്ടൻ വരുമ്പോ അർജുൻ ചേട്ടൻ വന്നല്ലോ, ക്യാരവൻ ബോയ്സ് ആയി. അതായത് ഒരു ആദ്യത്തെ സിനിമ കിട്ടിയാലും ഒരു ആദ്യത്തെ സിനിമ വന്ന് അപ്പൊ തന്നെ ക്യാരവനും കിട്ടി. ഞങ്ങൾ അടിച്ചു പറ്റി. വേറെ ക്യാരവാനായിരുന്നു. അപ്പൊ അർജുൻ ചേട്ടൻ വന്നപ്പോ തന്നെ എവിടെ ഞങ്ങളിപ്പോ ഇപ്പഴത്തെ ക്യാരവാനിലുണ്ടെന്ന് പറയും, അവിടെ ഇരിക്കല്ലേ കുറച്ചാളെ അവിടെ ക്യാരവാനല്ലേ പോണേ. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളുടെ ക്യാരവനിലേക്ക് പുള്ളി പോകേണ്ട അവസ്ഥ. ഇല്ല, പുള്ളി എവിടെ പോയില്ല. പുള്ളി ഞാൻ പോകില്ലല്ലോ. പുള്ളി അവിടെ ഇരിക്കില്ല. പുള്ളി ഇരുന്നാലേ രസം ഉണ്ടാവുള്ളൂ. പുള്ളി എവിടെയെങ്കിലും ഒരു പരിപാടി പുള്ളി വന്നു കഴിഞ്ഞാൽ ബ്രഹ്മയുഗത്തില് മമ്മൂക്ക പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ മന വിടാൻ അനുവാദം ഇല്ല. അനുവാദമില്ല, അത് ഞങ്ങളുടെ പറയണം. എന്റെ കാര്യം വിടാൻ അനുവാദം ഇല്ല. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്ന ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് പറവ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ തുറമുഖത്ത് സുമതി പോയി. വിട്ടുപോയി. അങ്ങനെ തുറമുഖം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് തുറമുഖം സുമതി വളവും ഇതൊക്കെയാണ് എനിക്ക് ലൈക്ക് ഒരു എവിടെ ലൈക്ക് ഫൈനൽ വരെ എത്തിയത്. പരിപാടിയായിരുന്നു. നമ്മള് പറഞ്ഞു നിർത്തിയത് അവിടെ കുറുപ്പ് കഴിഞ്ഞിട്ട് കൊത്ത വരെ എത്തിയില്ലെന്ന് തോന്നുന്നു. തൃശങ്കു ഉണ്ടായിരുന്നു. തൃശങ്കുവില് അർജുനന്റെ പടമായിരുന്നു. അതില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കർണാടക ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലവ് ഫുൾ യേഴ്സ് വേദ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊത്ത ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പേരിലേക്ക് അജു ചേട്ടനോടുള്ള ആ ക്യാരക്ടർ ആയിരുന്നു ബ്രേക്ക് വന്നത്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇത് പിന്നെ ഇതിനകത്ത് ഓഡീഷൻ ത്രൂ അല്ല, പേരിലൂര് കണ്ടിട്ടാണ് അപ്പം ചത്തപ്പച്ചയിലേക്ക് വിളിക്കുന്നത്. ചത്തപ്പച്ച ഇപ്പൊ അൾട്ടിമേറ്റ്ലി നമുക്ക് പറഞ്ഞു വരുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള ഒരു പടമാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര പെർഫോമൻസ് ഉള്ളൊരു പടമാണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ ഫൈറ്റ് സീൻസ് ഒന്ന് യൂസ്ഡ് ആവാനും അല്ലെങ്കിൽ അതിനൊന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഒരു 4 months ഞങ്ങൾക്ക് എൻഡ്യൂറൻസ് ട്രെയിനിങ് ആൻഡ് ബേസിക് മാർഷൽ ആർട്സ്, പഞ്ചസ്, കിക്സ്, പിന്നെ ആ ഒരു റൗണ്ട് ഓഫ് കിക്സ് ഒക്കെ എല്ലാം പഠിക്കണം. ഡേവിസ് സാറും പിന്നെ ശ്രാവൺ സാറും കൂടി രണ്ടാണ് ഞങ്ങൾ ആ ട്രെയിനിങ് ചെയ്യിപ്പിച്ചേക്കണം. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ ആ റിങ്ങിൽ കയറുമ്പോൾ വി ആർ ആക്ച്വലി പ്രിപ്പയർഡ് ആണ്. നമ്മൾ വീണാലും എങ്ങനെ വീഴണം,
കാലൊടിയാണ്ട് എങ്ങനെ വീഴണം, ഇതെല്ലാം ഞങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ ഒരു ട്രെയിനിങ്ങിൽ. ഓക്കെ. സോ ചാലഞ്ചിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ചാലഞ്ചിങ് ആണ്. പക്ഷെ നമ്മൾ ആ ഒരു ട്രെയിൻഡ് ആയതുകൊണ്ട് വി ആർ പ്രിപ്പയർ ടു ഡു വാട്ട് എവർ വി ഡിഡ്. അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ് എല്ലാവരും. നിങ്ങളുടെ ഈ 6 months ട്രെയിനിങ്ങിന്റെ ഇടയിൽ തന്നെയായിരുന്നു ഇവർക്ക് 3 പേർക്കും, വൈശാഖ് ചേട്ടനും റോഷൻ ചേട്ടനും ഈവൻ ഒരുമിച്ചാണ് എല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം അവർ ഞങ്ങളെ മുന്നേ ഉണ്ട്. ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ അവർ ഓൾറെഡി റെഡി, അവർ ഓൾറെഡി ഇതാണ് അവരാണ് ആ ക്യാരക്ടേഴ്സ്. അപ്പൊ അവർ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ 1 year മുമ്പേ തുടങ്ങി. അതിനനുസരിച്ചുള്ള ബോഡി ടൈപ്സ് ഉണ്ടാക്കി തുടങ്ങി. അവര് ആ ഒരു എന്താ പറയാ വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വരുത്താണ്ട് നോക്കി. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഈ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു 6 months ട്രെയിനിങ് ആണ് നിങ്ങൾ ഇത്രത്തോളം ഗ്രൂം ചെയ്തെടുക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി? 6 months ഇല്ല, 3 months. 3 months അല്ലേ? 3 monthsല് 3 to 4 ഏതെങ്കിലും ഒന്ന് പറ. 3 to 4 3.5. അതാണ് ആ ട്രെയിനിങ്. ആക്ച്വലി ഞങ്ങളെ നല്ല ഫ്ലെക്സിബിൾ ആക്കി. ഞങ്ങള് ചെയ്യുമ്പോ ഇത് ബിലീവബിൾ ആവണല്ലോ. ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അത് ആ ട്രെയിനിങ്ങിൽ തന്നെ ഞങ്ങളെ ക്രാക്ക് ചെയ്യിച്ചെടുത്തു. ഞങ്ങളുടെ ട്രെയിനിങ് ക്രാക്ക് ചെയ്തെടുത്തു. പിന്നെ മാസ്റ്ററിന്റെ ടീമൊക്കെ അടിപൊളി ടീമാണ്. ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് പോയാൽ മതി, വെയിറ്റ് ചെയ്യാൻ അത്ര. ഇതിന്റെ ഇടയിൽ ഇവരുടെ ട്രെയിനിങ് ഉണ്ട്, വേറെ 3 ദിവസം ഇവരുടെ ട്രെയിനിങ് ഇട്ടിട്ടുണ്ട് മാസ്റ്ററിന്റെ ടീമിന്റെ. അതും ഇതുപോലെ തന്നെയാണ്. ലൈക്ക് അത് ഇത്തിരി കൂടി എന്താ പറയാ ബേസിക്സ് ആണല്ലോ നമുക്ക് കിട്ടിയത് നേരത്തെ. ഇത് ബേസിക്കിനെക്കാളും ഒരു ലെവൽ കൂടുതൽ. അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. മൂവ്സും ഇതൊക്കെ കൊറിയോഗ്രാഫി ഒക്കെ എല്ലാം ഓൺ ദ സ്പോട്ടാണ്. ഞങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടൊന്നല്ല വന്ന് ചെയ്യണത്. നേരത്തെ പഠിച്ചു വെച്ചേക്കണത് കൈയോടിയാണ്ടും കാലോടിയാണ്ടും ഇങ്ങനെ പറ്റൂ എങ്ങനെ ചെയ്യാം. അത് പഠിച്ചുകൊണ്ടാണ് ആ മൂവ് ഓൺ ദ സ്പോട്ട് കൊറിയോഗ്രാഫി കിട്ടുമ്പോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണത്. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ വീണല്ലേ ഈ കാലൊടിഞ്ഞു, ഇത് ഇങ്ങനെ വെച്ചിട്ട് അവര് പറയും. അവർ ജസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ കാലിങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ക്ലിക്ക് ആവും. ഓക്കെ, കാലങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതാണ് മെയിൻ, അതാണ് പരിപാടി. പക്ഷെ നിങ്ങൾ അത്രയും എന്നിട്ടും ഇതിനകത്ത് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമ? ഞങ്ങൾ രണ്ടുപേരുമാണ് ഇഞ്ചറീസ് എന്ത് ചെയ്തപ്പോഴായിരുന്നു സംഭവം? ആദ്യം പറയട്ടെ. എന്റെ കാലൊടിഞ്ഞ് പിന്നെ ഇവിടെ ഇത് കണ്ടോ, എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്റെ കാലൊടിഞ്ഞായിരുന്നു. എന്റെ ഫസ്റ്റ് ഫൈറ്റിന്റെ സമയത്ത് രാവിലെ തന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ തന്നെ കൈയുടെ ഇവിടെ ബൾജ് ആയി വന്നു. ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് ബൾജ് ആയി വന്നു. അതൊരെണ്ണം. പിന്നെ എന്റെ കാലൊടിഞ്ഞ് ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് കാലൊടിഞ്ഞ്. അത് ഈ ക്രൗഡ് ഫൈറ്റ് ആയിരുന്നു. അതിന്റെ ഇടയില് ഒരാള് കാല് തട്ടി ആളെന്റെ മേത്തേക്ക് വീണു. എന്റെ കാലും ആംഗിള് മടങ്ങി എയർലൈൻ ഫ്രാക്ചർ ആയി. അത് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ആ കാര്യം വെച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല, അത് ഒടിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനപ്പോ ഉളിക്കുന്നതായിരിക്കും വിചാരിച്ചേ. നീരൊക്കെ വന്ന് നല്ല പെയിൻ ഉണ്ടാവും, നടക്കാൻ പറ്റണ്ടേ. ഞാനത് വെച്ചിട്ട് അടുത്ത ക്ലോസ് ഷോട്ട് വെച്ചപ്പോ അത് അഭിനയിക്കുന്ന സമയത്ത് എന്റെ കൈ പൊളിഞ്ഞു. ഇവിടെ ഇത് കണ്ടോ, അത് പൊളിഞ്ഞിങ്ങനെ ചോര ഇങ്ങനെ ഒലിക്കാറ്. പൊളിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഷോട്ട് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ കൈയിൽ നിന്ന് ഞാൻ ചോര ഒലിച്ചു തരണോ നോക്കിയതാ. നിറച്ച് ചോരയായിരുന്നു. അപ്പൊ തന്നെ എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടു. എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട്. അപ്പൊ എന്നിട്ട് ഷൂട്ടിനെ ബാധിച്ചിരുന്നു? ഷൂട്ടിനെ ബാധിച്ചില്ല, കാരണം ആ ഷെഡ്യൂള് കഴിയാണ് ലാസ്റ്റ് ഷോട്ടാണ്. അത് ഞാൻ തീർത്തിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അത് ബാധിച്ചില്ല. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ അടുത്ത ഷെഡ്യൂൾ തുടങ്ങി. അപ്പൊ ഞാൻ പ്ലാസ്റ്റർ വെട്ടി. 10 ദിവസം ഞാൻ പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. 3 ആഴ്ച പ്ലാസ്റ്റർ പറഞ്ഞ 10 ദിവസം കൊണ്ട് പ്ലാസ്റ്റർ വെട്ടി മറ്റേ സപ്പോർട്ട് ബാൻഡേജ് ചുറ്റി വീണ്ടും ആ ക്രൗഡിന്റെ ഇടയിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയാണ്. കുറച്ച് റിസ്ക് ആണ്. പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടായിട്ട് അവര് നന്നായി ശ്രദ്ധിച്ചാലും വേണ്ടി ഇൻസിഡന്റ്. എനിക്ക് നമ്മുടെ റിങ്ങില് നമ്മുടെ ഫൈറ്റിന്റെ ഇടയില് കാർമനെ പൊക്കി എടുത്തിട്ട് തുടക്കത്തിൽ തന്നെ നൈട്രോ ക്ലിക്ക് നൈറ്റിന്റെ കറങ്ങിയിട്ട് എന്നെ ഇങ്ങനെ താഴ്ത്തുന്ന സീനാണ്. അപ്പൊ ആ കറക്ക് ഞങ്ങൾ ആക്ച്വലി ഒരെണ്ണോട് പഠിച്ചേക്കണം. ഒരു കറക്കോട് ഞങ്ങൾ പഠിച്ചേക്കണം. ഞാൻ പറഞ്ഞ റിങ്ങി കയറിയപ്പോഴാണ് 4 എണ്ണോണെന്ന് പറയണം ഓൺ ദ സ്പോട്ട്. അപ്പൊ ആ 4 എണ്ണം ചെയ്യാൻ വേണ്ടി ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, കറക്റ്റ് പിടിയില്ല. ഒരെണ്ണം ചെയ്യാൻ അറിയാം, പക്ഷെ
ഒന്നാ തന്നെ റിങ് അതിൻ്റെ അകത്ത് കയറുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ, ഈ സറൗണ്ടിങ് അല്ലാണ്ടും നമ്മുടെ ഫ്ലോറും റിങ്ങിലെ ആ ഒരു ബേസ് ആയാലും ഭയങ്കര. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ഈ റിങ് ഭയങ്കര ലൈക്ക് റിങ്ങിൽ വന്ന് അടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അത്ര പ്രശ്നമില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് സംഭവം, ശരിക്കും അങ്ങനെയാണോ അതോ? അത്ര പ്രശ്നമില്ല എന്നല്ല, ആ റിങ്ങിന്റെ അടിയിൽ മാറ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, എല്ലാ റെസ്ലിംഗ് റിങ്ങിന്റെ അടിയിൽ മാറ്റ് ഇടും. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ റിങ്ങിലും മാറ്റ് ഉണ്ട് അടിയിൽ. എന്നാലേ എല്ലാരും വീഴാൻ പറ്റുള്ളൂ. മുതുകിടിച്ച് വീഴാനും തലയിടിച്ച് വീഴാനും ഒരു മാറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഴാൻ പറ്റുള്ളൂ. ഇല്ലാന്നാണെങ്കിൽ തല എപ്പൊ പൊട്ടിന്ന് ചോദിച്ചാൽ എവിടെ ബോക്സിംഗ് റിങ്ങിലൊന്നും മാറ്റ് ഉണ്ടാവില്ല. ഇത് റെസ്ലിംഗ് റിംഗ് ആണ്. റെസ്ലിംഗ് റിംഗ് ഡിഫറെന്റ് ടൈപ്പ് മാറ്റ് ആണ്. മാറ്റ് പലതരം മാറ്റ് ഇങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു റിങ്ങിന്റെ പൊക്കത്തൊരു മാറ്റ്, ആ ഒരു ലെതർ സാധനം ഇട്ടിട്ടാണ്, ഷീറ്റ് ഇട്ടിട്ടാണ് റിംഗ് ആവുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. പെർഫെക്റ്റ് റിംഗ് ഒക്കെയാണ് ഇവരുണ്ടാക്കി വെച്ചേക്കണം. അവരുടെ ആർട്ടിയും അടിപൊളിയാണ് ഞങ്ങളുടെ എടുത്ത് പറയണത് നമ്മ സുനിലേട്ടനൊക്കെ. അപ്പൊ അവര് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് തന്നേക്കണം. അപ്പൊ ആ റിങ്ങിന്റെ അകത്ത് കയറുമ്പോ വേറെ അറ്റ്മോസ്ഫിയർ ആണ്. ആ ലൈറ്റിങ്ങും പിന്നെ ആനന്ദേട്ടന്റെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മ പുള്ളി ഒരു രീതിയിൽ പോലും നമുക്ക് ആ ഒരു ടെൻഷൻ തരൂല. ക്യാമറനെ ഫേസ് ചെയ്യണമെന്നോ ചെയ്യണം, ക്യാമറ നമുക്ക് കാണും കൂടി ഉണ്ടാവില്ല ചിലപ്പോ. നിങ്ങൾ എന്തിനാണ് വന്നേക്കണ? നിങ്ങൾ വന്നേക്കണ എന്തിനാ? അഭിനയിക്കാനല്ലേ? അഭിനയിച്ചു ഞങ്ങൾ എടുത്തിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോ നല്ല എല്ലാ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ക്യാമറ ഉണ്ടാവില്ല. ക്യാമറ അവിടെ ഇല്ല. ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രീഡം ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിരുന്നു അത്. ആനന്ദേട്ടന്റെ ആ ഒരു സ്കില്ലൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു പ്രഷർ ഇല്ല, ക്യാമറ ഉണ്ട്, നമ്മുടെ സാധനമില്ല, ജസ്റ്റ് ഡു യുവർ മൂവ്സ്. അപ്പൊ ആ മൂവിന്റെ ഇടയിൽ ഇങ്ങനെ കാല് അതെ കാർബൺ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെയും 4 വട്ടം ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ആദ്യത്തെ ഷോട്ടാണ് ഈ റെസ്ലിംഗ് ഫൈറ്റ്. 4 വട്ടം കറക്കണം എന്നുള്ളത് ആരാ പറയുന്നത്? ഓഫ് കോഴ്സ്. പക്ഷെ അത് കണ്ടിട്ട് ചെയ്തു അങ്ങനെ തന്നെ. അപ്പൊ ഇതിന്റെ മുമ്പ് ഇത് ഫസ്റ്റ് ഷോട്ടാണ്. ഞങ്ങൾ ഫൈറ്റിലേക്കാണ് തുടങ്ങണം. ഈ ഫൈറ്റാണ് തുടങ്ങാൻ പോണം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ ഈ മൂവാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആ മൂവാണെങ്കിൽ ഞങ്ങൾ ആ 2 ചെയ്യും, പിന്നെയും കാർമൻ പോവും, എന്റെ കയ്യിൽ നിന്ന് വിട്ടും സ്ട്രെയിൻ ആണല്ലോ. അങ്ങനെ ഒരു 3ാമത്തെ ടേക്കിൽ എന്തോ കാർമനെ ഞാനിങ്ങനെ പൊക്കിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബാലൻസ് തെറ്റിപ്പോയി. അപ്പൊ ഞാൻ കാർമന്റെ മേത്ത് വീഴാൻ പോണേ. അപ്പൊ അതിന്റെ ഉള്ളില് എന്തോ പെട്ടെന്ന് കാർമൻ ഒന്ന് വലിച്ചിങ്ങനെ ഇട്ടേ. ഇവളാണ് കറക്റ്റ് വീണത് മുട്ടും കുത്തിയിട്ടാണ്. മുട്ടും കുത്തി കറക്റ്റിന്റെ ഈ ഒരു ഏരിയയിൽ വന്ന് വീണു. ആ ഇമ്പാക്റ്റിൽ തന്നെ ഫസ്റ്റ് ഇമ്പാക്റ്റിൽ തന്നെ അവിടെ ഒരു നീര് വന്ന് ബ്ലഡ് ക്ലോട്ടായി. ഫുള്ള് കാല് വീർത്ത് ഇത്രയും വന്നു. ഇത്രയും കാല് വീർത്തിട്ടുണ്ടായി. എല്ലാരും ടെൻസ്ഡായി. ഫുള്ള് സെറ്റ് മൊത്തവും ഫസ്റ്റ് ഫൈറ്റ് ആണ്. കാരണം ഫസ്റ്റ് ഷോട്ടാണ്. ഈ ബാക്കി ഫൈറ്റ് തുടങ്ങാൻ ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് വന്നു. കാരണം കാലായിട്ട് വീർത്ത്. ആ സമയത്ത് എനിക്ക് നമ്മുടെ അദ്വൈതും ഷിയാനും ഇവരെല്ലാം തന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. കാരണം ഒരു ഉറപ്പാണ് നമുക്ക് പേടിക്കണ്ട. ഇത് ഡാറ്റയ്ക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റി വേറെ സീനുകൾ ചെയ്തിട്ട് ഇത് ചെയ്യാം. ബിക്കോസ് വി വോണ്ട് യു നല്ലപോലെ ചെയ്യണമെന്ന്. വി വോണ്ട് യു ടു ഡു ദിസ്. അപ്പൊ എനിക്കും ഒരു ബിലീഫ് തന്നവര് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള. പിന്നെ അതിന്റെ ഒപ്പം തന്നെ എന്റെ കൂടെ നൈട്രോ കിളി എപ്പോഴും നൈട്രോ കിളി ആയിട്ടിരിക്കണായിരിക്കും. നമ്മുടെ കാർബൺ ഉണ്ടാവില്ല. അപ്പൊ നൈട്രോ കിളി വന്നിട്ട് നമുക്ക് നമ്മളോട് പറയും ഏത് ചെയ്ത് പൊളിക്കുക, നമുക്ക് പൊളിച്ചു കൊടുക്കാം. നമ്മുടെ ഫൈറ്റ് നമുക്ക് എത്ര അടിപൊളിയാക്കാൻ പറ്റും അത്ര അടിപൊളിയാക്കാം. നമ്മ വിചാരിച്ച് നടക്കുള്ളൂ. ഉള്ള സാധനമൊക്കെ എപ്പോഴും കാർമൻ എന്ന് പറഞ്ഞ ആക്ട്രസ് എപ്പോഴും തരുമായിരുന്നു. അത്ര അടിപൊളി ആക്ട്രസ് ആണ് പുള്ളിക്കാരി. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം, പുള്ളിക്കാരിയുടെ എഫേർട്ടും പുള്ളിക്കാരി ഇടുന്ന ആ ഒരു നമുക്ക് തന്നെ കംഫർട്ടബിലിറ്റിയും എല്ലാം ആ ഒരു ബോണ്ടിങ് ഉള്ള തന്നെ കൊണ്ടുതന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ലപോലെ ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് എത്ര നാൾ എടുത്തു ഈ സംഭവം റിക്കവർ? ഇപ്പോഴും മാറിയിട്ടില്ല, കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ അടിയിലാണ് ഞാൻ കാണിക്കുന്നത്. അത് പിന്നെ എങ്ങനെ ലൈക്ക് അന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയോ? അതോ പിന്നെ നിർത്തിയില്ല. ഇതും വെച്ചിട്ടാണ് ഞാൻ ആ ഫൈറ്റ് മൊത്തം ചെയ്തത്. ബാക്കി എല്ലാവരും ഈ കാലം വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണം. ഇത്രയും നീലിച്ച് ഇവരെല്ലാത്തും വേണം. അതല്ലാണ്ടും ആ ഫൈറ്റിന്റെ ഇടയിൽ വേറെ ഒക്കെ ഉണ്ട്. കാർബൺ ലാസ്റ്റിനെ പിൻ ചെയ്യാൻ വേണ്ടി ചാടുന്ന സീനുണ്ട്. എന്റെ മുഖത്തൊന്ന് ഇരിക്കണം.
ആ സീനില് ഫസ്റ്റ് ഇരിക്കി തന്നെ മൂക്കടിച്ച് ചോര വന്ന് ലോക്കൗട്ട് ചെയ്ത് അവിടെ കിടക്കണം. ഇങ്ങനെ കിടക്കാണ്. എന്റെ പിന്നെ 6 മണിയിലും പിഞ്ചെന്നുള്ള സീനിലാണ്. അപ്പൊ അതുണ്ട്. പിന്നെ അതല്ലാണ്ട് ഞങ്ങളെ രണ്ടുപേരെയും തൂക്കണ ഒരു സീൻ, അതില് വേദനയേ ഉള്ളൂ. പാന്റ് അടിക്കുമ്പോ സീൻ അതില് ഞങ്ങളെ രണ്ടുപേരും ഇവിടെയാണ് കെട്ടിയേക്കണം. ഇവിടെയാണ് ഞങ്ങളെ ലോക്ക് ഇട്ടേക്കണം. അതും വെച്ചിട്ട് ഒരു മാസ്റ്റർ ഒരു വാക്കുണ്ട്, ഇതിങ്ങനെ ഹാർനസിൽ കെട്ടിയിട്ടിട്ട് തൂക്കളാം കേൾക്കുമ്പോ പേടിയാണ്. അയ്യോ തൂക്കളാൻ പറഞ്ഞ. അപ്പൊ ഇത് തൂക്കളാൻ പറയുമ്പോ തന്നെ പൊക്കത്തേക്കാണ് പോണ. പിന്നെ അവിടെ പോയിട്ട് പിന്നെന്താണ് ആക്ഷൻ ഇടിയാണ്. ഞങ്ങളോട് പറഞ്ഞ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇങ്ങടിച്ചു നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായത്. ഞങ്ങ ഇടിയാണ് അവിടെ രണ്ടുപേരും. ഞങ്ങക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ചെന്നിട്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലണം അത്ര രണ്ടുപേരും കട്ടക്കടിയാണ്. ഒന്നാത്തിന്റെ മനസ്സിലായോ? ഞങ്ങൾ പറഞ്ഞു ഇടിച്ചടിക്കും, എന്നെ ഇടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. അപ്പൊ അത് തന്നെ ആ വീഡിയോയില് ഞങ്ങൾ ഓരോ ഇടിക്കും സോറി അർജുൻ ചേട്ടൻ പറഞ്ഞത് ഇന്റർവ്യൂല്, സോറിടാ സോറിടാ മോത്തിട്ടും ഇവിടെ മാത്രം അടിക്കണ. മനസ്സിലാ ഒരു ഷോട്ട് ലൈക്ക് ഒരു മറ്റേ കട്ട് കഴിയുമ്പോഴത്തേക്കും സോറി വേനെടുത്താക്കും വേനെടുത്ത് സോറി എന്ത് ചെയ്യാൻ പറ്റും. എന്നാ മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്ററിനെ കൈ കൊള്ളണം. എങ്ങനെയെങ്കിലും ആ മുഖത്ത് കൊണ്ടല്ലേ പുള്ളിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അല്ലാതെ ഫേക്ക് ആയിട്ട് നടക്കില്ലല്ലേ? ഇല്ലല്ല, ഫേക്ക് ഒക്കെ ആണെങ്കിൽ പുള്ളി ഞങ്ങളൊരു BTS വീഡിയോ ഇട്ടായിരുന്നു. ഞങ്ങളാ തൂക്കിയിട്ടിട്ടിരിക്കുന്നതിന്റെ വീഡിയോ ഇട്ടായിരുന്നു. BTS അതില് കാണാം മാസ്റ്ററിന്റെ ആൾക്കാർ എല്ലാവരും നിന്ന് ചിരിക്കുക. ഞങ്ങളാണ് നമ്മളും ആ ഒരു ഓളത്തിലേക്ക് ആയിപ്പോകും, കേറിപ്പോകും. ആ ഒരു സമയത്ത് എത്ര ഇടി കിട്ടിയാലും കുഴപ്പമില്ല, സാധനം കറക്റ്റാവണ ഇടിക്കുക. പക്ഷെ എന്തായാലും ഇടി കൊടുത്തതിന്റെയും കിട്ടിയതിന്റെയും എല്ലാം വെർത്തായി അൾട്ടിമേറ്റ്ലി. തിയേറ്ററിൽ അത് കാണുമ്പോഴത്തേനും ലൈക്ക് ഭയങ്കര ഗൂസ് ബംസ് വരുന്ന ഒരു സീനാണ് ഇതൊക്കെ. ഇവനോട് എന്തെങ്കിലും ദേഷ്യം നീ കാറിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയാതെ സീറ്റ് ബെൽറ്റ് ഇടാൻ. ഓക്കെ, അപ്പൊ സിനിമയില് ഭയങ്കര ഹൈപ്പ് കയറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ വാൾട്ടറിന്റെ. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങിയ സമയം മുതലേ ആ ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു? അദ്വൈത് ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു സംഭവങ്ങൾ? അഭിനയിക്കുന്നതാണോ? ആ ഇല്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇടയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല. ഇവർക്ക് ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വാൾട്ടറിനൊരു ഒരാളുണ്ട്, വലിയൊരു പരിപാടി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കാരണം സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചുകൊണ്ട് അറിയാം. ആരാ വരുന്നതെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരുന്നു? ഇല്ല, തുടക്കത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല. അപ്പൊ ഏത് നിമിഷമാണ് നിങ്ങൾ അറിയുന്നത്? അതായത് ഇങ്ങനെ മമ്മൂക്കയാണ് നമുക്ക് വരുന്നതിന് 1.5 weeks back. ഇവര് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു അദ്വൈതേട്ടനൊക്കെ? അതായത് മമ്മൂക്ക തന്നെ വേണം? അവരായിരിക്കില്ല, അവർക്കൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും. സനുബേട്ടനും അദ്വൈതേട്ടനും കൂടിയാണ് ഇത് ചെയ്യാൻ ബ്രോ. അവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ആദ്യത്തെ ഒരു സിനിമ കിട്ടുന്നു, അതിനകത്ത് തന്നെ മമ്മൂക്കയുമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. ആൻഡ് ഈവൻ ദുൽഖറുമായിട്ട് പറ്റിയില്ലെങ്കിലും ദുൽഖറിനോട് പറ്റി ഫസ്റ്റ് ചെയ്യുന്നത്. സോറി, ഫസ്റ്റ് ഷോട്ട് ഞാൻ സിനിമയിൽ ഞാൻ നിൽക്കുന്നത് കുറുപ്പില്. ഓക്കെ, അപ്പൊ അതിനുശേഷം മമ്മൂക്കയായിട്ട് പറ്റുന്നു. അപ്പൊ ഈ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഹാപ്പിനെസ് അല്ലത്. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യണതിനാ സിനിമയിൽ വരെ. അതും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം എന്തായിരിക്കും, മമ്മൂക്ക, മോഹൻലാൽ ഇവരോടൊരു റോള് ഏതെങ്കിലും ഒരു പടത്തിൽ ചെയ്യണം, അവരുള്ള ഫ്രെയിമിൽ വരണം എന്നൊരു ആഗ്രഹം വെച്ചിട്ടാണ് എല്ലാം ആക്ടേഴ്സും ഉള്ളത് അല്ലേ. വൈഷ്ണവനായാലും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കായാലും ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും ഉണ്ടായിരുന്നു. ബ്രോക്ക് അഭിനയിക്കും, ബ്രോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു മൂവി കിട്ടിയിട്ട് ആ ഫസ്റ്റ് മൂവിയിൽ തന്നെ മമ്മൂക്കയുടെ മൂവിയിലാണ് ഞാൻ അഭിനയിക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരു ആ ഒരു മൊമെന്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതും പ്രത്യേകിച്ച് പുള്ളി അവിടെ ഉണ്ടാകും. ഞാൻ എൻ്റെ ഒരു എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പുള്ളി ഉണ്ടാവും, പുള്ളി കണ്ടിട്ടുണ്ടാവാം. ആ ഒരു നമുക്കൊരു എന്താ പറയുക റിയലൈസേഷൻ വന്നത്, അത് എങ്ങനെ പറയണമെന്ന് പറഞ്ഞൂടാ, അടിപൊളിയാണ്. ഭയങ്കര ഓറയാണ് ഒന്നാമത്. പുള്ളി വരുമ്പോ തന്നെ എല്ലാവരും എത്ര ഒച്ചുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ സൈലന്റ് ആയില്ല. പുള്ളിനെ കാണുമ്പോ തന്നെ അത്ര ഓറയാണ്. ഭയങ്കര എന്താ പറയാ, നമ്മളിപ്പോ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പുള്ളിയുടെ ഓരോ സിനിമകളും ഓരോ ക്യാരക്ടേഴ്സും കണ്ട് നമുക്കതെല്ലാം ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ ഫ്ലാഷ് ചെയ്ത് ഇങ്ങനെ പോകും പെട്ടെന്ന്. അന്തരീക്ഷം മാറും പുള്ളി വരുമ്പോ, അന്തരീക്ഷം ടോട്ടലി മാറി. ആ മമ്മൂട്ടിയാണ് വന്നത് നമുക്ക് മനസ്സിലാവും. അതങ്ങനെയാണ്. നമുക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു സെറ്റില്? 4 days ഉണ്ടായി. ലാസ്റ്റത്തെ സീൻസിന് വേണ്ടി മാത്രം, ലാസ്റ്റ് ഹോസ്പിറ്റൽ സീൻസും
ഹോസ്പിറ്റൽ സീനാണ് ഫസ്റ്റ് എടുത്തത്. അത് ഒരു ലാസ്റ്റ് ഷെഡ്യൂൾ ആയിരുന്നു. ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ഷെഡ്യൂളിലാണ് മമ്മൂക്ക് വന്നത്. മമ്മൂക്കൊക്കെ വേണ്ടിയാണ് അത് അങ്ങനെ ആക്കിയത്. ആസ് എ ഡയറക്ടർ ഈ അദ്വൈതേട്ടന്റെ കൺവിക്ഷൻ എത്രത്തോളം ഉണ്ട്? വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഐ എവർ വർക്ക്ഡ്. ഞാൻ മൂവിയിൽ ഫസ്റ്റ് ഷോർട്ട് ഫിലിംസ് ആർട്സിലൊക്കെ വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പുള്ളി നമുക്ക് തന്നെ ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആക്ടറാണ്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയണേ, ഒരു ആക്ടർ ഒരു ഡയറക്ടറിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ. എന്നാൽ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദ്യം ഒന്ന് ചോദിക്കും. ഞാൻ എനിക്കൊന്ന് അറിഞ്ഞു നോക്കാൻ വേണ്ടി ചോദിക്കും. ഈസ് ഓൾവേസ് ഓപ്പൺ. നമ്മുടെ ഒപ്പീനിയൻ എപ്പോഴും എടുക്കും, അതിനൊരു വാല്യൂ കൊടുക്കും. മനസ്സിലായോ? ഫസ്റ്റ് ടൈം ആക്ടറാണോ എന്ന് നോക്കൂല. പുള്ളി എപ്പോഴും നോക്കണത് ഇത് സൂപ്പറാണ്, കടൽക്കൊമ്പൻ ചെയ്യണ ആക്ടറാണ്, പുള്ളി പറഞ്ഞത് ഞാൻ കേൾക്കും. പുള്ളി ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒപ്പീനിയൻ ചോദിച്ചു, ഇങ്ങനെ ചെയ്തോട്ടെ, ഡു ഇറ്റ്. അപ്പൊ അല്ലെങ്കിൽ ഒരു കഥയിൽ വരെ ഞാൻ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ രീതിയിൽ മാറ്റാൻ പറ്റുമെങ്കിൽ പുള്ളി അത് നോക്കും. പുള്ളി അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ ഫീൽ ഡു ദാറ്റ്. പുള്ളി അത്രയും ഫ്രീ ആണ്. നമുക്കെല്ലാം എല്ലാവർക്കും ഞങ്ങളുടെ സ്പേസ് തന്നിട്ടുണ്ട്. ആ ഒരു സ്പേസ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും അടിപൊളിയാണ്. പുള്ളി അതുപോലെ തന്നെ അടിപൊളിയാണ്. അൾട്ടിമേറ്റ്ലി ഈ സിനിമയിലെ എല്ലാവരുടെയും കഥാപാത്രങ്ങളുടെ പേരുണ്ടല്ലോ. ഇപ്പൊ ലോബോ, കടൽക്കൊമ്പൻ, ജാങ്കോ സുൽത്താൻ, ഇതൊക്കെ അദ്വൈതയുടെ കോൺട്രിബ്യൂഷൻ ആണോ അതോ? അതെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യം ഈ പേരുണ്ടായിരുന്നില്ല, ഈ ജാങ്കോ സുൽത്താൻ ഇങ്ങനത്തെ ഈ സ്റ്റേജ് നെയിംസ് ആദ്യം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അഷ്കർ, സുപ്രൻ, ആ പേരുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് വന്ന് ഇന്നതിന് ശേഷമാണ് ഇങ്ങനെ പതുക്കെ ഓരോരുത്തരുടെ പേരായി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. പയ്യാർന്ന് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. പുതിയ അറിവാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് സ്ക്രിപ്റ്റ് തൊട്ട് കടൽക്കൊമ്പൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. എനിക്കെന്തോ ജാങ്കോ സുൽത്താൻ എന്റെ അടുത്ത് പിന്നെയാണ് പറഞ്ഞത്. കടൽക്കൊമ്പൻ ആദ്യം തൊട്ടുണ്ടായിരുന്നു. കടൽക്കൊമ്പൻ ഉണ്ടായിരുന്നു. നൈട്രോ കിളിയൊന്നല്ലായിരുന്നു ആദ്യം. ആദ്യം വേറെ റേമിസ്റ്റീരിയോ ഗേൾ എന്നൊക്കെ ആയിരുന്നു. ബാഡ് ബോയ് പേരുകൾ വേറെ ആയിരുന്നു. കടൽക്കൊമ്പൻ ആദ്യം തൊട്ട് കടൽക്കൊമ്പനാണ്. എനിക്ക് കിട്ടുന്ന സമയം തൊട്ട് എന്നോട് പറഞ്ഞിട്ട് സുപ്രൻ ആൻഡ് കടൽക്കൊമ്പൻ ഇതാണ്. സിനിമയിൽ കുറച്ച് ഭയങ്കര നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് കുറച്ച് ഓറൊക്കെയുള്ള പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ട്രിപ്പിൾ ക്യാരക്ടേഴ്സ് ആയിരുന്നു നമ്മുടെ അർജുൻ ചേട്ടന്റെയും റോഷൻ ചേട്ടന്റെയും അതുപോലെ തന്നെ വിശാഖേട്ടന്റെ. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവര് നമ്മളായിട്ട് ചെയ്യണതാണോ അവര് ചെയ്യണതാണോ? അവര് അടുത്ത് മാസ്റ്റർ ക്ലാസ് അല്ലേ, ഒരു അടിപൊളിയല്ലേ അവര് ചെയ്യണത്. ഞങ്ങള് സെറ്റ് ചെയ്ത് ഞങ്ങള് പറയുമായിരുന്നു പൂക്കിയാണ് പൂക്കി. വിശാഖേട്ടൻ ഇടയ്ക്ക് നിന്നിട്ടേ ഈ മറ്റേ ആ കൃഷ്ണമണി പോലത്തെ കണ്ണടയ്ക്ക് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മറ്റേ ഫൈറ്റിന്റെ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നിക്കാം റിങ്ങിന്റെ അവിടെ. ഞാനും ഇവനുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ പൈപ്പൊക്കെ ഇറക്കി ഇങ്ങനെ നിക്കാം. ആ സമയത്ത് പുള്ളിക്കാരൻ അവിടെ ഓപ്പോസിറ്റ് നിന്നിട്ട് ക്യാരക്ടറുള്ള പുള്ളി ചെറിയാനായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ചെറിയാനായി ചിരിച്ചിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കുക കണ്ണടയൊക്കെ വെച്ച്. ഞങ്ങൾ കാണുമ്പോ വിശാഖേട്ടൻ ചിരിക്കും. പുള്ളി മുഖം മാറി ചെറിയാനായിരിക്കും. നമ്മ അവിടെ ഇടയ്ക്ക് ഇറങ്ങുന്നത്. അവരുടെ കുറെ പഠിക്കാനുണ്ട്. ഇപ്പൊ വിശാഖേട്ടൻ, അരുൺ ചേട്ടൻ, റോഷൻ ചേട്ടൻ, ഈ മൂന്ന് പേരെന്ന് നിറച്ചും പഠിക്കാണ്ട്. ഈവൻ ഇഷാനായാലും ഇഷാന്റെ കുറെ പ്രിപ്പറേഷൻസ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളി ആസ്മ പേഷ്യൻ്റ് ആണ്. പുള്ളി ഒരു ഓടി വന്ന സീനുണ്ട്. അപ്പോൾ ഒരു ആസ്മ പേഷ്യൻ്റ് എങ്ങനെ ഓടും, അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്, അതൊക്കെ പുള്ളി നോക്കാറുണ്ട്. പുള്ളി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്തു കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് വിശാഖേട്ടനെ ഡ്രസ് ഇട്ട് തന്നെ ചെറിയാനാണ്. അതുവരെ ഭയങ്കര ഭയങ്കര കമ്പനി ജോളിക്കായി ഇല്ലെങ്കിലും ആണ് കേട്ടോ. പക്ഷെ പുള്ളി ഡ്രസ് ഇട്ടാലും നമ്മുടെ അടുത്ത് കമ്പനി അടിക്കാനൊക്കെ വരും. പക്ഷെ പുള്ളി ചെറിയാനാണ്. ഇല്ല അങ്ങനെ ആയിരിക്കും പുള്ളി ചില സമയത്ത് കിട്ടും നമ്മൾ ചെന്നിട്ട്. കാരണം ചെറിയാനും ഞങ്ങള് എനിമീസ് ആണല്ലോ. ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമാണ്. അല്ല അങ്ങനെ ഡ്രസ് ഇടുമ്പോ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയാനാണ്. ഡ്രസ് ഇട്ട് ആ ഇവിടെ ചെന്ന് കഴിയുമ്പോ സെറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോ കാരവാനിലൊക്കെ പുള്ളി വിശാഖ നായർ തന്നെയാണ്. അത് നമ്മുടെ അദ്വൈത് പറഞ്ഞിട്ടുണ്ട് ഒരു സീനിൽ. ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ്. അപ്പൊ അതില് വിശാഖേട്ടൻ നടന്നുപോയി. വിശാഖേട്ടന്റെ സീൻ കഴിഞ്ഞിട്ട് വിശാഖേട്ടൻ കാണാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുപോയി. അപ്പൊ അദ്വൈത് ബ്രോ പറഞ്ഞാണ് ഞാനത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ചോദിച്ചത്.
എന്താണ് അത് ദാറ്റ്സ് ദ ലാസ്റ്റ് ടൈം ഐ ബി സീയിങ് ചെറിയാൻ ലൈവ്. എനിക്കൊന്ന് കാണണം, കാരണം ചെറിയാൻ പോണ്. അങ്ങനെയായിരുന്നു. ചെറിയാൻ അവിടെ വരുമ്പോ എല്ലാരും കേട്ടോ അടിപൊളിയാണ്. റോഷൻ ചേട്ടനാണെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര നല്ല ഇപ്പൊ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പൊ ഇപ്പൊ ഞങ്ങള് കാണുന്ന റോഷൻ ചേട്ടനല്ലായിരുന്നു അന്ന് കണ്ടായിരുന്ന റോഷൻ ചേട്ടൻ. റോഷൻ ചേട്ടൻ ഞങ്ങൾ ഭയങ്കര ഫ്രീ തന്നെയാ, അപ്പോഴും ഫ്രീയാ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല റോഷൻ ചേട്ടൻ ക്യാരക്ടർ പിടിച്ചിട്ടാണെന്നുള്ളത്. ഞങ്ങളെ പിടിച്ചിട്ടാണോ പറഞ്ഞു. കാരണം റോഷൻ ചേട്ടൻ വന്ന മൂത്തേട്ടൻ വീട്ടിൽ വന്നേക്കുന്നത്. ഞങ്ങളുടെ മൂത്തേട്ടനല്ലേ മൂത്തേട്ടൻ കയറി വന്ന ക്യാരക്ടറിന്റെ പേര് വെട്രി. അപ്പൊ മൂത്തേട്ടൻ വന്ന ഒരു ഫീലാണ് റോഷൻ ചേട്ടൻ വരുമ്പോഴും പോകുമ്പോഴും. അത് പക്ക അറിയാനുണ്ട്. ഇപ്പൊ റോഷൻ ചേട്ടൻ ഞങ്ങളൊപ്പം ഉള്ള പറ്റിയാണ്. ഇപ്പൊ അങ്ങനെയാണ്. അന്ന് പറഞ്ഞ റോഷൻ ചേട്ടൻ മൂത്തേട്ടൻ വന്നിട്ടുണ്ട്, വെട്രി വന്നിട്ടുണ്ട്. മച്ചാ നോക്കിയിരുന്നു റോഷൻ ചേട്ടന്റെ റോഷൻ മാത്യുവിന്റെ ആ ഒരു എൻട്രി, അയ്യോ ഞാനൊക്കെ എഴുന്നേറ്റ് കൈയടിച്ചു പോലെ. ലൈക്ക് ആ കിളി വന്ന് നിൽക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അയ്യോ അതൊരു 1.5 സീൻ കണ്ടപ്പോഴത്തേന് കാരണം ലൈക്ക് നമ്മൾ അതുവരെ കാണാത്ത റോഷൻ മാത്യുവിനെ എനിക്ക് അപ്പൊ കാണാൻ പറ്റി. ഭയങ്കര മസ്കുലർ ഒക്കെ ആയിട്ടുള്ള ഭയങ്കര പുള്ളിയുടെ ബോഡി രക്ഷയില്ലാത്ത ബോഡിയാണ്. പുള്ളിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ കട്ടിങ് ആണ്, ശില്പം ജാക്ഡ് ആയിട്ട് ജാക്ക്മാൻ കിടില് അത്യാവശ്യം അത്ലറ്റിക് ആണ് ആണല്ലേ. പുള്ളിയുടെ കളരിയിലെ മറ്റേ റാങ്ക് 1 ഭയങ്കര മൂവ്സും ഭയങ്കര. പക്ഷെ അങ്ങനെ എനിക്കൊന്നും പുള്ളിയുടെ അങ്ങനത്തെ പൊട്ടൻഷ്യൽ ഉള്ള സിനിമകൾ ഇതുവരെ വന്നിട്ടില്ല. സിനിമയിൽ ഇപ്പം പറഞ്ഞു വരുമ്പോഴത്തേനാണെങ്കിൽ വാൾട്ടറിന്റെ ആ ഒരു എൻട്രി സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സീൻ ചിലപ്പോൾ എനിക്കൊന്ന് ഓഡിയൻസിൽ കുറച്ച് പേർക്ക് കണക്ട് ആവാതെ പോയ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? ഞങ്ങൾക്ക് ഓക്കെയാണ്, കാരണം അത് ക്യാരക്ടറാണ്, പുള്ളി അവിടെ ക്യാരക്ടറായിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഓഡിയൻസിന് ചിലപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവും വേറൊരു ടൈപ്പിൽ കാണണം. അത് നോക്കേണ്ട കാര്യമില്ല, കാരണം പുള്ളി വന്നേക്കുന്നത് പുള്ളി ക്യാരക്ടറായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഇപ്പൊ ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ കൊടുത്തത് എനിക്ക് ആ ഒരു ഡയലക്ട് പറ്റിയില്ല, ആക്സെന്റ് പറയാം. ഡയലക്ട് അല്ലേ കൊച്ചി അല്ലാന്ന് പറഞ്ഞോ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ബ്രോ. ഞാൻ ബീങ് ഫ്രം ഫോർട്ട് കൊച്ചി, ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ കൊച്ചി ഭാഗം ആ പാലത്തിനപ്പുറം 3 തരം ഡയലക്ട്സ് ഉണ്ട്. ഓക്കെ, എല്ലാം ഒരു 6 കിലോമീറ്റർ സർക്കംഫറൻസ് അല്ലെങ്കിൽ റേഡിയസിൽ തന്നെ ആയിരിക്കും. പക്ഷെ അപ്പുറത്ത് റോഡായിരിക്കാം, പക്ഷെ ഡയലക്ട് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ സ്ലാങ് ഡിഫറെന്റ് ആണ്, ആക്സെന്റ് വേറെ. 3 സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഭാഗം, പിന്നെ മട്ടാഞ്ചേരി, പിന്നെ ഉള്ളത് ഈ തോപ്പുംപടി, കണ്ണമാലി, ചെല്ലാനം, ആ ഒരു ഏരിയ. അതാണ് ഓൾഡ് കൊച്ചി. ഓക്കെ, അപ്പൊ ഫോർട്ട് കൊച്ചിയിൽ സംസാരിക്കണ പോലെ അല്ല മട്ടാഞ്ചേരിക്കാരെ സംസാരിക്കണം. മട്ടാഞ്ചേരി സംസാരിക്കണം ഫോർട്ട് കൊച്ചിയിൽ സംസാരിക്കണ പോലെ അല്ല ഈ കണ്ണമാലി, ചെല്ലാനം, തോപ്പുംപടി ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. 3 ഡിഫറെന്റ് ആണ്. ഈ 3 മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ 3 പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, മട്ടാഞ്ചേരിയാണ് ബിഗ് ബി, ബിലാലിന്റെ സംസാരം മട്ടാഞ്ചേരിയാണ്. ഭീഷ്മപർവത്തില് മൈക്കിളപ്പ ഫോർട്ട് കൊച്ചിയാണ്. ചെല്ലാനം ഓൾഡ് കൊച്ചിയാണ്. അതാണ് ചത്താപ്പാച്ചിയിൽ വന്നേക്കണം. ആ ഒരു പുള്ളി എടുത്ത് പറയുന്നുണ്ട് ഓൾഡ് കൊച്ചി. ഈ 3 ഡയലക്ട്സ് ആണ് ഈ നാട്ടിലുള്ളത്. ആ 3 പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ ഒരു കാഴ്ചപ്പാടില് ബീങ് ഫ്രം ഫോർട്ട് കൊച്ചി, ഐ ഹാവ് ടു സേ ദിസ്. അത് ആ ഒരു ഗ്രേറ്റ് ആക്ടറിന്റെ അദ്ദേഹത്തെ ഒരു ടാലന്റ് തന്നെയാണ് ഇങ്ങനെ ഡയലക്ട്സ് മാറ്റാൻ പറ്റുന്നത്. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു 3 പടത്തിൽ പുള്ളി 3 റോഡുകൾ ചെയ്തിട്ടുണ്ട്. 3 റോഡുകൾ പുള്ളി 3 പടങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി. ആ ഒരു വോയിസ് മോഡുലേഷൻ കൊണ്ടുവരാനും അത് അങ്ങനെ അനുസരിച്ച് അഭിനയിക്കാനും. അപ്പോൾ യു ഹാവ് ടു ആക്ച്വലി റെസ്പെക്ട് വാട്ട് ഹി ഡിഡ്. ഞാൻ അങ്ങനെയാണ് കാണണം, ഞാൻ അങ്ങനെ കാണുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ലൈക്ക് ആ ഒരു ലാംഗ്വേജ് പിടിക്കണം, അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ് പിടിക്കണം എന്നൊക്കെ ഉള്ളത് അദ്വൈതത്തിന്റെ ഡിറക്ഷൻ ആയിരുന്നോ അതോ സനുപേട്ടനും ഉണ്ട്? സനുപേട്ടനും അദ്വൈത് ബ്രോവും കൂടിയാണെന്ന് തോന്നുന്നു. പ്രോപ്പർ ആയിട്ട് പറയാം. മമ്മൂക്കയുടെ അടുത്ത് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇവരാണ് ആ ഒരു രീതിയിൽ. മമ്മൂക്കയും ഹാപ്പിയാണ് ഇവര് ഒരു ആ ഒരു പ്രസന്റേഷൻ സ്കിൽസിലും. അപ്പൊ അങ്ങനെയാണ് പുള്ളി ഇത് ചെയ്തതും. പുള്ളി അടിപൊളിയായിട്ട് ഞങ്ങൾ സെറ്റിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട
ഈ ഡയലക്റ്റും ഇതൊക്കെ. കാരണം ഞാൻ കൊച്ചിക്കാരാണ്, എനിക്ക് അതിന് കുഴപ്പം തോന്നിയില്ല. അതെ, ഇപ്പൊ ബീങ് ഫ്രം കൊച്ചി അതാണ് ഞാൻ പറയാം. ബീങ് ഫ്രം കൊച്ചി ഐ ലവ് ദിസ് വർക്ക്. സോ വൈഷ്ണവ് ബ്രോവിന് ഒരു തൃശ്ശൂർക്കാരനായിട്ട് ഈ കൊച്ചി സ്ലാങ് പിടിക്കാനായിട്ടുള്ള പാടുണ്ടായിരുന്നു. പാടുണ്ടായിരുന്നു ചെറുതായിട്ട്. കാരണം ഇപ്പൊ എന്റെ ആദ്യത്തെ പൈലറ്റിലൊക്കെയും കുറെയൊക്കെ തൃശ്ശൂർ സ്ലാങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറെയൊക്കെ ചിലയിടത്തൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, സെറ്റിൽ തന്നെ വെച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അമൽ ഷാ, ഞങ്ങളുടെ കോ റൈറ്റർ, ഇവര് രണ്ടുപേരാണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യേണ്ടത്. പിന്നെ സനുപേട്ടൻ ഉണ്ടെങ്കിൽ സനുപേട്ടൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. സനുപേട്ടൻ പലപ്പോഴും ഇപ്പൊ എനിക്ക് ചിലപ്പോ കാണാൻ കിട്ടൂല, അപ്പൊ അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ എന്തായാലും സനുപേട്ടൻ നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഡബിന്റെ സമയത്ത് സനുപേട്ടനും അമൽ ഷാ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ശരിക്കും അവര് പണിയെടുത്ത് തന്നെ കൊച്ചി പിടിപ്പിച്ചതാണ് എന്നെ കൊണ്ടൊക്കെ. ഇപ്പൊ എന്റെയൊക്കെ ഓരോ സ്ലാങ് ഇങ്ങനെ വരാണ്ടാവുമ്പോ ഇവര് പറയുമല്ലോ, എന്റെ രീതിക്ക് എനിക്കത് വരുന്നില്ല. അങ്ങനെ വരാണ്ടാവുമ്പോ എന്റെ അടുത്ത് അപ്പൊ തന്നെ അവിടുന്ന് ഞാൻ പറയാം, നീ അത് റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് സനുപേട്ട അവിടെ ഇരുന്ന് പറയും, ഞാൻ അത് റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ ആക്കിയെടുത്തതാണ്. അവരെന്നെ എല്ലാ ക്രെഡിറ്റും എനിക്ക് അവർക്ക് കൊടുത്താൽ മതി എന്നുള്ള ഇതാണ്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു വർക്കിന്റെ ഇത്രയും വലിയൊരു ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും അത് അത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്, അത് അത്രത്തോളം നമുക്ക് കാണാനുണ്ട്, എവിഡന്റ് ആണ്. ആൻഡ് നിങ്ങളുടെ ഇപ്പൊ ഈ സിനിമയിൽ നിന്ന് കണ്ടതിന് ശേഷം ഫർദർ കോൾസ് വല്ലതും വന്നിട്ടുണ്ടോ വേറെ സിനിമകളിലേക്ക്? മോഹിനിയാട്ടം അഭിനയിച്ചപ്പോ ഞാൻ മോഹിനിയാട്ടം ചെയ്തായിരുന്നു ഇതിന് ശേഷം. ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ് അടുത്തത് ഞാൻ നേരെ പോയത് അതിലേക്കാണ്. എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് ഇന്റർവ്യൂടെ കൂടെ വന്ന് വേറൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. എനിക്കൊന്നും പക്ഷേ ഡാറ്റുവിനെ അല്ലെ നിങ്ങളെ എനിക്ക് സാധാരണ പരിപാടിയിലേക്കൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. ഈ പക്ക ഇടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ്റും. പഠിച്ചതൊക്കെ വെറുതെ അപ്പൊ എന്തായാലും ഇനി മുമ്പോട്ടുള്ള സിനിമാ ജീവിതം വളരെ സന്തോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ്.